ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു ഹാപ്പി ന്യൂസാണ് ഇവിടെ പറയാനുള്ളത്. ഒന്നാമത്തത് ഇറാൻ്റെ പീസ് ഡീൽ അത് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളതും. ഇറാനും യു എസും തമ്മിൽ ഒരു പീസ് ഡീൽ അഗ്രിമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സൈൻ ചെയ്യുന്നത് ഈ വരുന്ന ഫ്രൈഡേ ആണ്, ജൂൺ 19th, സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 4 രാജ്യങ്ങളിൽ 3 രാജ്യം കൺഫേം ചെയ്യുകയും അതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു, ഇസ്രായേൽ ഒഴികെ. യു എസും ഇറാനും അത് അംഗീകരിച്ചിട്ടുണ്ട്. മധ്യസ്ഥതയിൽ നിന്ന് പാകിസ്ഥാൻ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഇത് 3ഉം സംഭവിച്ചിട്ടുണ്ട്. 4ാമത്തെ ആൾ സൈലൻ്റ് ആകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കേട്ടിരുന്നു, ആകാനുള്ള ഒരു സാധ്യത എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മുടെ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ ചാർട്ടിനകത്ത് പെട്ടെന്ന് പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഐ തിങ്ക് ഒരു 300 പോയിൻറ്റ്സിന് മേളിൽ മാർക്കറ്റ് ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരുപാട് നാളായിട്ട് ഈ ഒരു പ്രശ്നം കാരണം മാർക്കറ്റ് തകർന്നു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അതിനൊരു അറുതി വരാനുള്ള സാധ്യതയാണ് കാണിക്കുക. ഓൾറെഡി അവിടെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്നലെ ഫ്രൈഡേ ആദ്യമായിട്ട്, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ആദ്യമായിട്ട് ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് അനുകൂലമായിട്ടുള്ള 1-2 സ്റ്റോക്സ്, അതും ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിന് സാധ്യതയുള്ള അനാലിസിസാണ് അവിടെ ഷെയർ ചെയ്തിരുന്നത്. ഞാനും പേഴ്സണലി എടുത്ത പൊസിഷൻസാണ്. ഞാനൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല പറയുക. നല്ല വോളിയം വിത്ത് ബയേഴ്സിനെ കാണുമ്പോൾ അവിടെ അത് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ജസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് സ്റ്റോക്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഷെയർ ചെയ്യാം. ഇന്ന് ആദ്യത്തെ ഒരു മണിക്കൂർ മാർക്കറ്റ് സോൾഡായിട്ട് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. ലെവൽസ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ആ ലെവൽസിനനുസരിച്ച് ട്രേഡ് ചെയ്യുകയോ ഇൻവെസ്റ്റിങ്ങിനനുസരിച്ചിട്ടുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് 23,720 മേളിൽ. ഒരു മിനിറ്റ് നോക്കട്ടെ, ഇപ്പോൾ കറണ്ട് പ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 24,000 അടുത്താണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് കാണിക്കുന്നത്. 24,000 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിന് മേളിൽ, അതായത് ഈ ട്രെൻഡ് ലൈനിനും മേളിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതായത് മാർക്കറ്റ് ഈ വീഴുന്നു കൊണ്ടിരുന്ന ചാനൽ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡേറ്റയാണ് കേട്ടോ. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഇവിടെ എന്നാണ് പറയുന്നത്. 24,000 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എടുക്കേണ്ടത് നമ്മുടെ സപ്പോർട്ടിന് മുകളിലാണ് അത് ഓപ്പൺ ചെയ്യാൻ സാധ്യത. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 880 മേളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നിയറായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾ കാലങ്ങളായിട്ട് കാണുന്ന, എത്രയോ ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഒരു യെല്ലോ ലൈൻ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. 23,720 താഴെ മാർക്കറ്റ് പോകുന്നത് ഒട്ടും ശുഭകരമല്ലാത്ത ഒരു ഡേറ്റയാണ്. അപ്പോൾ അതിന് താഴോട്ട് പോയപ്പോഴെല്ലാം നമ്മുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് വീക്കായിരുന്നു. ഓക്കെ, ഇന്ന് മാർക്കറ്റ് വരുന്നത് ഈ ലെവലിന് മേളിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും 23,720 മേളിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് ക്വാളിറ്റി ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയയ്ക്ക് എത്തിയതായിട്ട് നമുക്ക് ഷുവേർട്ടി ഉണ്ട്. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടൈറ്ററായിട്ട് 23,880 എന്നുള്ളൊരു ലെവൽ നോക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 23,880 മേളിലാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ തൊട്ടടുത്തുള്ള 2 സപ്പോർട്ട് 23,880യും 23,800, 720, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് ഇതിന് താഴേക്ക് പോകാതിരിക്കാൻ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് താഴെ പോയാൽ നമ്മൾ വീണ്ടും ഈ ഒരു ചാനലിന് ഉള്ളിലേക്ക് വന്ന് പെട്ടേക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഈ പീസ് ഡീൽ നടന്നിട്ട് മാർക്കറ്റ് സൈഡ് വേസ് പോകാനുള്ള സാധ്യത, ഇതാണ് മനസ്സിലാകാത്തത്. ഒരു ബിഗിനറിന് മനസ്സിലാകാത്തതെന്ന് പറയുന്നത് മാർക്കറ്റ് പോസിറ്റീവ് ആണോ സൈഡ് വേസ് ആണോ എന്നുള്ളത് മനസ്സിലാകത്തില്ല. അപ്പോൾ പ്രീമിയം മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റ് ആലോചിക്കുക, 880 മേളിൽ വന്ന് മാർക്കറ്റ് ഇൻ കേസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന 24,000 മേളിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കയറിപ്പോകാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ ഏറ്റവും അടുത്തുള്ള സപ്പോർട്ട് 24,100. ഓക്കെ, ഓൾ ടച്ച് 24,100, 24,240. ഓക്കെ,
ജസ്റ്റ് ഞാൻ വരയ്ക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ്ലി വരയ്ക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 24, 440 ഈ 3 നമ്പേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേളിലേക്കുള്ള റെസിസ്റ്റൻസ് ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ലെവൽ ഓൾമോസ്റ്റ് ഈ ഒരു ബോക്സിൻ്റെ തൊട്ടടുത്തായിരിക്കും. 24,900 റേഞ്ചിൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് 24,000 റേഞ്ചിലേക്ക് എത്തുകയും ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് മൊമെൻറ്റമാണ് അപ് ടു 24,240 റേഞ്ചിലേക്ക്. എന്നിട്ട് മാർക്കറ്റ് തീരുമാനമെടുത്ത് മേളിലേക്കോ താഴേക്കോ പോകേണ്ടതാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ബൈയിങ് ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഒരു എന്താണ് മാർക്കറ്റ് നെഗറ്റീവ് ആവുന്നുണ്ടോ എന്നുള്ളത് ഒരു ട്രേഡർ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് ഒരു ട്രേഡറിന് പറയാനുള്ള സിറ്റുവേഷൻ. രണ്ടാമതൊരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിനെയോ ഇല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡറിനെ അനുസരിച്ചാണ് പറയുന്നതെങ്കിൽ, ഇവിടെ നമ്മൾ മാർക്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൻ്റെ മേളിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാരണ ഞാൻ പറയാറുണ്ട്, എന്ത് മേടിച്ചാലും നമ്മുടെ ക്വാണ്ടിറ്റി ഇറ്റ് വിൽ ബി അറൗണ്ട് ഒരു 50% എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് 60%-ന് മേളിൽ മേടിക്കാനുള്ള ഒരു മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. എന്നാൽ അത് കൺഫേം ആകുന്നത് ഈ വെള്ളിയാഴ്ച കൂടെ കഴിയുമ്പോഴാണ്. എങ്കിലും നമ്മൾ 24,100-ന് മേളിൽ കയറിയാൽ നമുക്ക് ബൈയിങ് സിറ്റുവേഷൻ, സ്വിംഗ് ട്രേഡറിന് മാർക്കറ്റ് അനുകൂലമാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്സ് എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടർ നോക്കുക എന്നുള്ളത്. IT അത്യാവശ്യം വീക്കാണ്, അത് വിട്ടേക്കാം. മെറ്റൽ സെക്ടർ, ബാങ്കിങ് സെക്ടർ, PSU സ്റ്റോക്സ്, ഗവൺമെൻറ് സ്റ്റോക്സിലും അധികം ആയിട്ടില്ല. അപ്പോൾ ഈ 3 സെക്ടേഴ്സ് നോക്കുന്നതാണ് നല്ലത്. IT സെക്ടർ കാര്യമായിട്ട് ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ളതാണ്. ഡേറ്റാ സെൻറ്റേഴ്സ്, അതുപോലത്തെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള സംഭവങ്ങൾ, ITക്ക് ഉള്ളിൽ ഉള്ള കുറച്ച് നല്ല സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഗ്രൂപ്പിനകത്ത് അതിൻ്റെ ലിസ്റ്റ് ഇടാം, അപ്പോൾ മറക്കാണ്ടത് കാണുക. Trade safe, take care.